ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡായിട്ട് ചെന്ന് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വേദലക്ഷ്മിയുടെ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഒരു പൂജ അങ്ങോട്ട് എഴുതിച്ചോ. നല്ല ശനിയുടെ അപഹാരമുണ്ട് കുട്ടിക്ക്. സമയം വളരെ മോശമാണ്. അതുപോലെ തന്നെ മസ്താനിയുടെ വീട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു പുഷ്പാഞ്ജലി മസ്താനിയുടെ പേരിൽ എഴുതിച്ചോ. അല്ല, അതിൻ്റെ ആവശ്യം വരില്ല, ഇന്ന് എവിക്ഷനിൽ പുറത്താവുമല്ലോ, അപ്പോൾ നേരിട്ട് പോയി പ്രാർത്ഥിച്ചോളും. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രൊമോ വീഡിയോ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ വേദലക്ഷ്മി ആകെ മൊത്തം നാണം കെട്ടു, അങ്ങനെ തന്നെ പറയാം. ലാലേട്ടൻ്റെ ഇന്നത്തെ ആ ഒരു ഷൗട്ടിങ്ങും ഒരു കട്ടക്കലിപ്പിൽ വന്നിട്ട് അതിലെ നൂറെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് അവരെന്ന്, താൻ എന്ത് അധികാരത്തിലൂടെയാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വേദലക്ഷ്മി ആകെ മൊത്തം ഉരുണ്ട് വഷളായി ആകെ മൊത്തം നാണം കെട്ടു. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലും വേദലക്ഷ്മിക്ക് ഒരു 7ൻ്റെ പണി വീണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസ്താനിയെ ഉണിയൽ സാബു കയറി പിടിച്ചു എന്നൊരു പ്രസ്താവന ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഒണിയലിനെ പറ്റി ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല, വീട്ടുകാർക്കും ഇത് കാണുന്നവർക്കും ബിഗ് ബോസിനും യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നമെന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസ്താനിയെ കയറി പിടിച്ചു എന്ന് പറയുന്ന ആകെ ഒരു സെക്കൻഡൊക്കെ ആവുള്ള ഒരു സംഭവം, അതിനകത്ത് ഒണിയൽ സാബു ഇത് അറിഞ്ഞിട്ടും കൂടിയില്ല. ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു മാനസിക വിഭ്രാന്തിയിൽ ഒണിയൽ സാബുവിനെ പറഞ്ഞെടുക്കുന്ന രീതിയിലൊരു പ്രസ്താവനയാണ് വേദലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ ഉന്നയിച്ചത്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ ഇന്ന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നും അവിടെ ഇവിടെയൊക്കെ തൊടാണ്ട് ഉരുണ്ട് കളിച്ച് ആകെ മൊത്തം വഷളാവുന്നുണ്ട് വേദലക്ഷ്മി. എന്തൊക്കെയാണെങ്കിലും നല്ല സമയമാണ്. എന്തൊക്കെയാണെങ്കിലും അടിപൊളി പണികളാണ് ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡായിട്ട് ചെന്ന് ആ ഒരു സമയം തൊട്ട് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുള്ളൊരു വൈൽഡ് കാർഡായിരുന്നു വേദലക്ഷ്മി. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഫസ്റ്റ് ടൈം ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ. പക്ഷേ എല്ലാം പോയി. ഭയങ്കര ഒരു അറപ്പായിപ്പോയി. കാരണം സൊസൈറ്റിക്ക് ചേരാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുക, എന്താണ് ആദില നൂറ എന്നീ പറയുന്ന വ്യക്തികൾക്കെതിരെ ഭയങ്കരമായിട്ടൊരു ആരോപണം ഉന്നയിക്കുക, നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിട്ട് മുണിയൽ സാബു നമ്മുടെ മസ്താനിയെ കയറി പിടിച്ചു എന്നൊക്കെ പറയുക. അതൊക്കെ ഭയങ്കര മോശം. എന്താ പറയുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്